നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറായത് കേട്ടോ. നമ്മൾക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് ഇത്. ഹായ്, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനിന്നൊരു അടിപൊളിയായിട്ടുള്ള ഉള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ റെസിപ്പിയല്ല കേട്ടോ, ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ ഒരു റെസിപ്പിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞമ്മ ഉണ്ടാക്കി കാണിച്ച ഒരു ഉള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പിയിൽ ഒട്ടും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ ചെറിയുള്ളിയും വലിയ ഉള്ളിയുമാണ് വേണ്ടത്. എത്ര ചെറിയുള്ളി എടുക്കുന്നോ അതിൻ്റെ പകുതി ഭാഗം വലിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെറിയുള്ളിയും വലിയ ഉള്ളിയും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം മിക്സിക്കകത്തിട്ടിട്ട്. ഈ അരച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ മിക്സി ജാർ തുറക്കാം കേട്ടോ, അല്ലെ കണ്ണൊക്കെ നീറും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉള്ളി വേണ്ടത്. തീരെ അങ്ങ് അരഞ്ഞു പോകരുത്, ഒരുപാടാവരുത്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ അടുപ്പേ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകെണ്ണയോ എള്ളെണ്ണയോ നമുക്ക് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കാം. വേഗം പൂത്തു പോകത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കടുകെണ്ണയോ എള്ളെണ്ണയാണ് അച്ചാറുണ്ടാക്കാനായിട്ട് കൂടുതൽ നല്ലത്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയൊക്കെ ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ പൂത്തു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ രണ്ടും ചേർത്തിട്ടില്ല അച്ചാറിനകത്ത് കേട്ടോ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് നമുക്ക് ഉള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളി അരച്ചത് ചേർത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒട്ടും കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. ഉള്ളി മുഴുവൻ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റണം. ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കി കരിഞ്ഞൊന്നും പോവാതെ വഴറ്റിയെടുക്കണം. വളരെ നന്നായിട്ട് വഴറ്റണം. പച്ചമണമൊക്കെ പോയി നല്ല മണം വരും, നല്ല മൂത്ത മണം വരുന്നത് വരെ. അതുപോലെ ഒരുപാട് മൂത്തിട്ടല്ല, നല്ല വഴണ്ട മണം വരുന്നത് വരെ നമ്മളിങ്ങനെ അത് വഴറ്റിക്കൊണ്ടിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉള്ളി വഴറ്റിയത് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നീട് ഞാൻ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് കായമാണ്. കായപ്പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും പൊടികളാണ് നമുക്ക് ഈ അച്ചാറിന് വേണ്ടത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ചെറിയ തീയിൽ കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാറിന് പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയോ പുളി പിഴിഞ്ഞതോ ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വിനാഗിരി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വാളംപുളിയില്ലേ, നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളി, ആ പുളി കട്ടിയായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളി ഒഴിക്കാം. രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് പുളിയൊക്കെ ഈ സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തു, നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഉള്ളി ആയതുകൊണ്ട് തന്നെ നല്ല ഗുണമൊക്കെയുള്ള നല്ല അടിപൊളി ഒരു അച്ചാറാണ് ഉള്ളി അച്ചാർ. ഉള്ളി പൊളിക്കുന്ന ഒരു പാടേ ഉള്ളൂ കേട്ടോ. അതൊരു പാടല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാൽ തന്നെ എനിക്കിഷ്ടമുള്ളൊരു ഐറ്റമാണ് ഉള്ളി അച്ചാർ. ഉണ്ടാക്കി വെച്ചിരുന്നാൽ കുറച്ച് നാളിരുന്നോളുമല്ലോ. ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനും കൊടുത്തു വിടാനും, അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും ഒരു സൈഡ് ഡിഷായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. താങ്ക്